ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ആൻഡ് ഹാപ്പി വിഷു. ഇന്ന് 14-ാം തീയതിയാണ്. നാളെയാണ് വിഷു വരുന്നത്. അപ്പം ഞാൻ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആരോ ഒരാൾ വിഷു പ്രിപ്പറേഷൻ വീഡിയോ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വലുതായിട്ട് വിഷു ആഘോഷിക്കുന്നൊന്നുമില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ ഇങ്ങനെ ഒരുങ്ങിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കും. അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ എന്നുള്ള രീതിക്ക് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്ലൗസ് കൊടുത്തിട്ടുണ്ട്, അത് പോയി വാങ്ങിക്കണം. പിന്നെ കമ്മല്, മാല ഇതൊക്കെ വാങ്ങിക്കാനുണ്ട്. ഞാൻ വിചാരിച്ചു ഒരു പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രിപ്പറേഷൻ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ലേ, നമുക്ക് ഇതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം റെഡി ആയിട്ട് പുറത്ത് പോകണം. ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത്. എനിക്ക് ഇന്ന് തന്നെ ഇത് ഷൂട്ട് ചെയ്തിട്ട് രാത്രി ആകുമ്പോഴേക്കും അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്. വെക്കേഷനൊക്കെയാണ്, കറക്റ്റ് വിഷു ഒക്കെ അടിച്ചു പൊളിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഫയർ വർക്ക്സ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒന്നും വാങ്ങിച്ചിട്ടില്ല. ഇവിടെ അങ്ങനെയൊന്നും അത്രയും വലിയ ആഘോഷമൊന്നും ഉണ്ടാവാറില്ല. നമുക്ക് വെക്കേഷൻ ആയതുകൊണ്ട് ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ഡെയിലി അപ്ലോഡ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് എനിവേ ഇതൊരു സിമ്പിൾ വ്ളോഗായിരിക്കും. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ എന്ത് പ്രോഗ്രാം വരുമ്പോഴും ഒരു പിമ്പിൾ ഉണ്ടാവുന്നത് നിർബന്ധമാണ്. എൻ്റെ ഫേസിൽ എപ്പോഴും പിമ്പിൾസ് ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ മാർക്കൊക്കെ പിമ്പിൾ മാർക്സൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. പക്ഷേങ്കിൽ കറക്റ്റ് ഇങ്ങനെ വിഷു അല്ലെങ്കിൽ എന്തെങ്കിലും കല്യാണം അങ്ങനെ എന്തെങ്കിലും വരുമ്പം ഇത് ഈ പിമ്പിള് അതിങ്ങനെ പൊന്തി വരും. അങ്ങനെ എവിടെയൊക്കെ ഉണ്ട്, കുറേ പിമ്പിൾസ് വരുന്നുണ്ട്. കുഴപ്പമില്ല. മേക്കപ്പ് അറിയുന്ന ഒരു മേക്കപ്പ് കൺസീലൊക്കെ ചെയ്ത് റെഡിയാക്കും. കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ വെച്ച് അടച്ച് റെഡിയാക്കാം. എന്തെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് കവർ ചെയ്യാം. ടേബിളൊക്കെ ആക്ച്വലി നല്ല മെസ്സാണ്. ഞാൻ ഇതിൻ്റെ ഒരു പണിയിലാണ്. ആക്ച്വലി ഇതിപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇതെന്താന്ന് കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു പിക്ചറിൽ വരുന്ന ഈ ഒരു പെയിൻറ്റിങ് ആയി മാറും ഇത്. ഇങ്ങനെയാന്ന് വെച്ചാൽ ഇതിലൊക്കെ കുറേ നമ്പേഴ്സ് കാണുന്നില്ലേ? ഈ നമ്പേഴ്സ് അനുസരിച്ച് ഇവിടെ കളർ ഉണ്ടാവും. ഈ കളറിൽ ഉള്ള ആ നമ്പറിൽ വരുന്ന കള്ളിയിൽ നമ്മൾ ഇത് ഫില്ല് ചെയ്യണം. അപ്പം ലാസ്റ്റ് ഇങ്ങനെയായിട്ട് മാറും. ഭയങ്കര വലുതാണ്, കുറേ ടൈം എടുക്കും. ബട്ട് സ്റ്റിൽ നമ്മൾ ബോറടിച്ചൊക്കെ ഇരിക്കുമ്പം ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി കാര്യമാണ് ഇത്. ഞാൻ കുറച്ച് ദിവസം കഴിച്ച് ഒരു ഈവനിങ് വ്ലോഗ് എടുക്കാൻ വിചാരിക്കുന്നുണ്ട്. അന്ന് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാനൊന്നും പറ്റൂല, പക്ഷെ നമുക്ക് ചെയ്യാം. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. ഇത് ഷേപ്പ് ചെയ്തിട്ടൊന്നുമില്ല, എനിക്കിങ്ങനെ ഷേപ്പ് ചെയ്യാണ്ട് ഇടാനാണ് ഇഷ്ടം. ആൻഡ് ഇതിന് പോക്കറ്റ് ഉണ്ട്, 2 സൈഡിലും പോക്കറ്റ് വരുന്നുണ്ട്. ഇത് ഓഫ്ലൈൻ ഒരു ഷോപ്പിൽ കയറിയപ്പോൾ വാങ്ങിച്ചതാണ്, അതുകൊണ്ട് ലിങ്കൊന്നുമില്ല. ഷോളും വരുന്നുണ്ട്. എനിക്ക് ഷോൾ ഇടാൻ അത്ര ഇഷ്ടമല്ല, പക്ഷെ ഇതിന് ഷോളൊക്കെ വരുമ്പം ഒരു പ്രത്യേക ഭംഗിയുണ്ട്. എന്തായാലും നമുക്ക് റെഡിയാവാം. സൺസ്ക്രീനാണ് ഇടാൻ പോകുന്നത്. ഇത് ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ലതാണെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. കുഴപ്പമില്ല, നല്ലതാണ്. സ്കിന്നിന് ഓക്കെയാണ്. പിന്നെ അങ്ങനെ വൈറ്റ് കാസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഇതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ. ഈ 2 BB ക്രീമും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. രണ്ടും നല്ലതാണ്. ഒന്ന് നാച്ചുറൽ ഷെയ്ഡ്, ഒന്ന് ഐവറിന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. രണ്ടും എനിക്ക് ഓക്കെയാണ്. രണ്ടും ഞാൻ യൂസ് ചെയ്യും. ഒന്നിപ്പോൾ തീരാനായി. ഇത് ഞാൻ കഴിഞ്ഞ ഓണത്തിന് വാങ്ങിച്ചതാ. ഇപ്പോഴും ഉണ്ട്, ഇതില് ഇനിയും ഉണ്ട്. ഇനി മാർസിൻ്റെ ഒരു ലിപ് ലൈനർ യൂസ് ചെയ്തിട്ട് ലിപ്പൊന്നും ഇങ്ങനെ ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറേ ഏതൊക്കെ ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ആക്ച്വലി ലിപ്സ്റ്റിക്ക് ഇല്ല, എല്ലാം തീർന്നു പോയിട്ടുണ്ട്. ഞാൻ എന്നിട്ട് എങ്ങനെയോ എടുത്തെടുത്ത് ഇടുകയാണ്. പറ്റുമെങ്കിൽ ഇന്ന് ഒരു ഷെയ്ഡ് വാങ്ങിക്കണം, ഓർമ്മ ഉണ്ടെങ്കിൽ വാങ്ങിക്കും. ഇതാ ഏതൊക്കെ ലിപ്സ്റ്റിക്ക് മിക്സ് ചെയ്തിട്ടാണ് ഇടാൻ പോകുന്നത്. ഇത് മിസ് ക്ലെയറിൻ്റെ ഏത് ഷെയ്ഡാ, ഡസ്റ്റി റോസ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. പിന്നെ ഡാസ്ലറിൻ്റെ ഏതോ ഷെയ്ഡ് ഉണ്ട്. ആ ഡാസ്ലറിൻ്റെ കയ്യിൽ ഒന്നുമില്ല, കാലിയാ. പക്ഷെങ്കിൽ ജസ്റ്റ് ഒരു മനസ്സുഖത്തിന് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കും. പിന്നെ ഇത് മാർസിൻ്റെ ഖൂബ്സൂരത് കുച്ചിപ്പുടി.
ഇതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ പിന്നെ ഐലൈനർ ഡാസ്ലറിൻ്റെ നമ്മുടെ പഴയ ആ ഡാസ്ലറിൻ്റെ ഐലൈനറാണ് യൂസ് ചെയ്യല്. ഞാൻ വേറൊന്നും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, എനിക്കെന്തോ ട്രൈ ചെയ്യാൻ തോന്നലുമില്ല. എന്നോടൊരു ഇതാ ഓക്കെ ആവുന്നുള്ളൊരു ഇതെനിക്ക് വന്നു, അതുകൊണ്ട് ഞാൻ മാറ്റാൻ നിന്നിട്ടില്ല. അപ്പോൾ ഐലൈനറും കഴിഞ്ഞു, മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഹെയറും കൂടെ ഒന്ന് ഹെയറും ഇങ്ങനെ തന്നെ മതി, അത്രേ ഉള്ളൂ. കമ്മലിടണം. ഈ ഒരു കമ്മലൊക്കെ ഇട്ട് പോണമെന്നുണ്ട് എനിക്ക്, പക്ഷേങ്കിൽ ഓവർ ആവൂലേ? ഇതെന്തിനാ ഇതൊക്കെ ഇട്ട് പോകുന്നത്? ഞാൻ ജസ്റ്റ് ഒരു ഫാൻസി കയറിയിട്ട് കമ്മലെടുക്കാൻ പോകും, അതിനാണ് ഇങ്ങനെയൊക്കെ ഒരുങ്ങുന്നത്. എന്തായാലും കുഴപ്പമില്ല. ഇതും ഉണ്ട്, വേറൊരു ജുംക്കയുണ്ട്, ഏതിടണമെന്ന് നോക്കാം. ഞാൻ പറഞ്ഞ ജുംക്കയാണ് ഇത്. ഇതിടല്ലേ? മറ്റേത് കുറച്ചുകൂടെ സിൽവർ ടച്ച് വരുമ്പം എടുത്തു പിടിക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇതിട്ടിട്ട് നോക്കാം. മറ്റേ കമ്മലിനെക്കാട്ടും ഇതാണ് ബെറ്റർ. ഇതാകുമ്പോൾ വലിയൊരു ഇങ്ങനെ എടുത്തു പിടിക്കാത്ത പോലെ ഉണ്ട്. എടുത്തു പിടിക്കുന്നില്ല ഉദ്ദേശിച്ച്, പക്ഷെ മറ്റേത് കുറച്ചുകൂടെ പക്ഷെ ഇത് കുറച്ചുകൂടെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നില്ലേ അല്ലേ? ഇത് തന്നെ ആക്കാം. ഇത്രയുള്ളൂ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ. എനിക്ക് ടോപ്പ് ഭയങ്കര ഇഷ്ടമായി. ഹലോ ഗൈസ്, അപ്പം ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിക്കാണ്ടാണ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞ് പോയത്. എന്നിട്ടെല്ലാം കൂടെ വീട്ടിലെത്താൻ വൈകുന്നേരമായി. അതിൻ്റെ ഇടയ്ക്ക് ചോറൊന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പൊക്കെ ഉണ്ടെങ്കിലും ഇടയ്ക്കൊരു ഷെയ്ക്ക് മാത്രമേ കുടിച്ചിട്ടുള്ളൂ. അതും ഈ ചൂടിന് ആ ഷെയ്ക്കൊന്നും എവിടെ എത്തിയിട്ടില്ല. നമുക്ക് അപ്പം എന്തായാലും വീട്ടിലെത്തി ഫ്രഷായി ചോറ് ചായ ഒക്കെ കൂടെ കുടിച്ചിട്ട് ഇപ്പം ഇവിടെ ഇരിക്കുകയാണ്. ഇനിയിപ്പം നമുക്ക് എന്തൊക്കെയാണ് വാങ്ങിച്ചത് അതൊക്കെ നോക്കാം. ഞാനൊന്നും തുറന്നു നോക്കിയിട്ടൊന്നുമില്ല, ഇവിടെ ഉണ്ട്. നമുക്ക് എന്തൊക്കെയാണ് ഞാൻ വാങ്ങിച്ചെന്ന് നോക്കാം. 2 ഫാൻസിയിൽ കയറി, അല്ലാണ്ട് ഈ ഒരു ഒക്കെ എടുത്ത് വെച്ചിട്ട് ഒരുമിച്ച് പറയാം. അതാണ് ഫസ്റ്റ് തന്നെ. ഇപ്പം എന്താ കാണിക്കുക? ഞാൻ എൻ്റെ മാല കാണിച്ചു തരാം. സോറി ഗൈസ്, ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ മാല കാണിച്ചു തരാം. ഈ ഒരു മാലയാണ് ഞാൻ വാങ്ങിച്ചത്. ഇതാണ് എൻ്റെ മാല. ാണ് എൻ്റെ മാല. നന്നായ മദീനും ഇതൊക്കെ കൂടെ സാരിയല്ല, ഞാൻ സെറ്റും കൊണ്ട് കൊടുക്കുന്നത്. ഒക്കെ കൂടെ ആവുമ്പോ എങ്ങനെയാവുന്നൊന്നും അറിയാം. ഇതാണ് കമ്മല്. പക്ഷെ ഞാൻ കമ്മല് സെപ്പറേറ്റ് ആയിട്ട് വേറെ വാങ്ങിച്ചിട്ടുണ്ട്, അത് കാണിച്ചു.
ഹായ്, ഇതാണ് എൻ്റെ കമ്മൽ. ഞാനിത് വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഹായ്, ഇതാണ് കമ്മൽ. വെയിറ്റ് നല്ല കുറവാണ്, എനിക്ക് ഇഷ്ടമായി. വെയിറ്റ് കാണുമ്പോൾ കുറച്ച് വെയിറ്റ് പോലൊക്കെ തോന്നുമെങ്കിലും ലൈറ്റ് വെയിറ്റാ. പക്ഷെ കുറെ സമയം ഇട്ടെക്കുമ്പോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഒരു വെറൈറ്റി തോന്നി. ഇനിയിപ്പോ ഞാൻ കാണായിട്ടാണോ വെറൈറ്റി തോന്നുന്നത് എനിക്ക് അറിയില്ല. പക്ഷെ എന്താ പറയാ, നല്ല രസമില്ലേ? നല്ല രസമുണ്ട്. പൊട്ട്, ഞാൻ പൊട്ട് ഉപയോഗിക്കാത്ത ഒരാളാണ്. ലൈക്ക് ഞാൻ പൊട്ട് അങ്ങനെ തൊടയില്ല. പക്ഷേ നാളെ സാരിയൊക്കെ കൊടുക്കുമ്പോൾ പൊട്ട് വേണമല്ലോ. ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ പൊട്ട, ഇത് ഈ ഗോപി പൊട്ടില്ലേ കുഞ്ഞു, അതാണ് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് പോകുന്നത്. അപ്പൊ ഞാൻ അത് വാങ്ങാന്ന് വിചാരിച്ചു. പക്ഷെ അതവിടെ എനിക്ക് ചന്ദ്രക്കലയുള്ള ചന്ദ്രക്കലയുള്ള പൊട്ട് കണ്ടപ്പോ അതാണ് വാങ്ങിച്ചത്. ഇനിയിപ്പോ എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്ക് അറിയില്ല. ഇതാണ് പൊട്ട്. ഇല്ല, ഇനി ഞാൻ കുറച്ച് വള വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് വള. ഇത്രയും എന്റേതല്ല, ഇത് രണ്ടും അമ്മയ്ക്ക് വാങ്ങിച്ചതാണ്. പക്ഷേ ഞങ്ങളിത് സെയിം അളവാണ്, അതുകൊണ്ട് ടെക്നിക്കലി എൻ്റെ പോലെ തന്നെ. എൻ്റെ ബാങ്കിൾ കാണുന്നു വിശ്വസിക്കുന്നു. ബ്ലൗസ് ഈ ഒരു കളറിലാ വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു മിക്സ് ചെയ്തിട്ട് വാങ്ങിക്കാം. നല്ല രസമുണ്ട്. അടുത്തതാ ഈ ഒരു വളയാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് കുർത്തിയൊക്കെ ഇടുമ്പം അതിൻ്റെ കൂടെ ഇടാന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിയത്. രസമുണ്ട്. ഇതെന്റെ അല്ല, അമ്മയ്ക്ക് വാങ്ങിയതാണ്. പിന്നെ ഞാൻ ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പുതിയ ലിപ്സ്റ്റിക്ക്. കുഴപ്പമില്ല, നല്ല ഷെയ്ഡാ, എനിക്കിഷ്ടമായി. ഇതൊരു എന്താ ഷെയ്ഡിന്റെ പേര്? അല്ല, ഷെയ്ഡ് ഏതാ ഷെയ്ഡപ്പം നോക്കുക. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ എർത്തി ബ്രൗൺ 10. ഇതാണ് ഷെയ്ഡ്. നല്ല രസമുണ്ട്, എനിക്ക് ചേരുന്നുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ വേറൊരു ഷോപ്പിൽ കയറിയിട്ട് ഞാൻ മുട്ടാണി വിട്ടി വാങ്ങിച്ചു. ഇപ്പം ഇങ്ങനെ കാണിച്ചു തരേണ്ട ആവശ്യമില്ല, ഇത് വാങ്ങിച്ചു. പിന്നെ ഇതാ ഈ പൊട്ടാണ് ഞാൻ നേരത്തെ ഉദ്ദേശിച്ച പൊട്ട്, അതും വാങ്ങിച്ചു. തൊട്ട് നോക്കിയാൽ എനിക്ക് എൻ്റെ കോൺഫിഡൻസ് പോകും. എനിക്ക് പൊട്ട് ചേരാത്ത പോലെ എപ്പോഴും തോന്നും. പക്ഷെ ട്രഡീഷണലൊക്കെ ഇടുമ്പം കുഴപ്പമില്ല. പക്ഷെ ശരിക്കും എന്താ പറയാ, പൊട്ട് നോക്കാം. പൊട്ട് ചേരാത്ത പോലെ എനിക്ക് തോന്നും. അതുകൊണ്ടാണ് ഞാൻ പൊട്ട് അങ്ങനെ ഇടാം. ചോപ്പ് കളർ, ഓ കുഴപ്പമില്ല. ഞാൻ കമ്മലും കൂടെ ഇട്ട് നോക്കാം. കൊള്ളാം, ചേരാണ്ടൊന്നുമില്ല. സത്യമായിട്ടും എനിക്ക് കമ്മല് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല എന്താ പറയാ, നല്ല കമ്മല്. ലിപ്സ്റ്റിക് ഷെയ്ഡ് ആണെങ്കിലും പക്കയാണ്. ഓവറായിട്ട് അങ്ങനെയൊന്നുമില്ല, ട്രാൻസ്ഫർ ആവുന്നൊന്നുമില്ല. ഇനിയിപ്പം ഞാനധികം ലിപ്സ്റ്റിക്ക് ഇടാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. കുഴപ്പമില്ല, നല്ല രസമുണ്ട്, എനിക്കിഷ്ടമായി. ഈ വളയും കൂടെ കൊള്ളാം. അപ്പൊ ഇത്രയൊക്കെയാണ് ഞാൻ വാങ്ങിച്ചത്. ഇനി ബ്ലൗസ് കാര്യങ്ങളൊക്കെ, അത് എന്തായാലും ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. വിഷു എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ സെലിബ്രേഷൻ ഒന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ എടുക്കും. പിന്നെ
പിന്നെ വിഷുവിൻ്റെ എന്തെങ്കിലും ക്ലിപ്സ് എടുത്താൽ അത് കാണിച്ചു തരാം. എനിക്ക് ഇന്ന് തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഇത്ര ലേറ്റ് ആയിട്ടാണ് ഞാൻ തിരിച്ചെത്തുകയെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ അയ്യോ പൊട്ട് തൊട്ട് സംസാരിക്കുന്നത് ഞാൻ അല്ലാത്ത പോലെ. അപ്പം ഇത്ര ലേറ്റ് ആയിട്ടാണ് ഞാൻ എത്തുകയെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഇത് നാളെ മോർണിംഗ് പോസ്റ്റ് ചെയ്യാന്നുള്ള രീതിക്ക് ഞാൻ ഇപ്പം തന്നെ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഇത് ഞാൻ നാളെ അപ്ലോഡ് ചെയ്യും. അതായത് വിഷുവിൻ്റെ അന്ന് രാവിലെ അപ്ലോഡ് ചെയ്യും. വിഷുവിൻ്റെ തിരക്കിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എപ്പോഴെങ്കിലുമൊക്കെ കാണാൻ നോക്കുക. ഇതൊരു റാൻഡം വ്ളോഗാണ് കേട്ടോ, ഞാനിങ്ങനെ പ്ലാൻ ചെയ്തെടുത്തിട്ടൊന്നുമില്ല. എനിക്കറിയാനും ഇത് അട്ടർ ഫ്ലോപ്പ് ആവുന്നു. കാരണം എനിക്ക് എവിടെയെങ്കിലും പോകുമ്പം ഞാൻ ആക്ച്വലി ഇതൊന്ന് എക്സ്പെരിമെന്റ് ചെയ്തത്. എനിക്ക് പുറത്ത് പോകുമ്പം എങ്ങനെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുന്നു, പക്ഷെ എനിക്ക് പറ്റൂല. എനിക്ക് പുറത്ത് പോകുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റൂല. ഞാൻ ട്രൈ ചെയ്തു. ഇത്രയൊക്കെയാണ് ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ. പിന്നെ കണി വെക്കേണ്ട എന്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയിപ്പം കണി സെറ്റ് ചെയ്യണം, കാരണം നാളെ രാവിലെ നമുക്ക് കണി കാണണം. അപ്പം കണി സെറ്റ് ചെയ്യണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ ക്യാമറയും കൂടി ഓണാക്കിയിട്ട് ചെയ്യാന്ന് പറയുമ്പം ഇനിയും നല്ല ലേറ്റ് ആവും. ഇപ്പം തന്നെ നല്ല രാത്രിയായി, നാളെ രാവിലെ എണീക്കണം, അങ്ങനെ കുറേ പണിയുണ്ട്. അപ്പം ഇത് എഡിറ്റ് ചെയ്യണം, ഒക്കെ കൂടെ ചെയ്യണം. സോ അത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്കൊക്കെ അടിപൊളി വിഷു ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഹാപ്പി വിഷു. പടക്കമൊക്കെ പൊട്ടിച്ച് നല്ലോണം ആഘോഷിക്കുക. ഇവിടെ പടക്കമൊന്നും പൊട്ടിക്കുന്നില്ല, പടക്കമൊക്കെ പൊട്ടിച്ചിട്ട് നല്ലോണം ആഘോഷിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ്. Bye. Happy Vishu. Bye.